السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. اللهم إنا نسألك خير هذه الليلة وخير ما فيها، نصرها وفتحها ونورها وبركتها وهداها، ونعوذ بك من شر هذه الليلة ومن شر التي قبلها ومن شر التي بعدها. أما بعد. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏറ്റവും മഹത്തരമായ, ഏറ്റവും ഉത്തമമായ അവൻ്റെ പേരുകളിൽ അൽ ഹാദി എന്ന പേരാണ്. അതിനെക്കുറിച്ചാണ് ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൽ 2 ഇടങ്ങളിൽ അള്ളാഹുവിൻ്റെ ഈ പേര് പറയപ്പെട്ടിട്ടുണ്ട്. ഒന്ന് സൂറത്തു അൽ ഹജ്ജിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, وَإِنَّ اللَّهَ لَهَادِي الَّذِينَ آمَنُوا إِلَى صِرَاطٍ مُسْتَقِيمٍ. തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആല ലഹാദി الَّذِينَ آمَنُوا, അവൻ വിശ്വസിച്ചവരെ, അവനിൽ വിശ്വസിച്ച മുഅ്മിനുകളെ വഴി നടത്തുന്ന ഹാദിയാകുന്നു. ഇലാ സിറാത്തിൻ മുസ്തഖീം, നേരായ മാർഗത്തിലേക്ക്. അതുപോലെ സൂറത്തു അൽ ഫുർഖാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വകഫാ ബിറബ്ബിക ഹാദിയൻ വനസീറ. വകഫാ ബിറബ്ബിക ഹാദിയൻ വനസീറ. നിന്റെ റബ്ബ് തന്നെ മതി. ഹാദിയൻ വനസീറ, ഹാദിയായിട്ടും വഴി നടത്തുന്നവനായും, വനസീറൻ, സഹായിയായും. അല്ലാഹു റബ്ബുൽ ആലമീൻ കാണിച്ചു തരാതെ ശരിയായ വഴിയിലെത്താൻ നമുക്ക് കഴിയില്ല. അള്ളാഹു പഠിപ്പിച്ചു തരാതെ യാതൊരു വിജ്ഞാനവും നമുക്ക് ലഭിക്കുകയില്ല. ഇനി വഴി മനസ്സിലായാലും കാര്യം പഠിച്ചാലും അത് പ്രാവർത്തികമാക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം വേണം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഒരു കഴിവും ശക്തിയുമില്ല ഇല്ലാ ബില്ലാഹ്, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ. വനസീറൻ, വകഫാ ബിറബ്ബിക ഹാദിയൻ വനസീറൻ. നിന്റെ റബ്ബ് തന്നെ മതി വഴി നടത്തുന്ന ഹാദിയായും അതുപോലെ സഹായിക്കുന്ന നസീറായും. അതുകൊണ്ട് പഠിക്കാൻ തൗഫീഖ് ചെയ്യുന്നത് റബ്ബാണ്, അവനാണ് ഹാദി. പഠിച്ചത് പ്രവർത്തിക്കാൻ സഹായിക്കുന്നത് അള്ളാഹുവാണ്, അവനാണ് നസീർ. ഇങ്ങനെ പരിശുദ്ധ ഖുർആനിൽ 2 സ്ഥലങ്ങളിൽ അള്ളാഹുവിന്റെ ഈ പേര് അൽ ഹാദി എന്ന പേര് പറഞ്ഞിട്ടുണ്ട്. എന്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഹാദി എന്ന പേരിന്റെ അർത്ഥം? ഹാദി എന്നാൽ ഹിദായത്ത് നൽകുന്നവൻ എന്നാണ് ഉദ്ദേശം. ഹദാ യഹ്ദി. ഹദാ എന്നാൽ ഹിദായത്ത് നൽകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് നൽകുന്നവനാണ് എന്ന് പറഞ്ഞാൽ ഖുർആനിലും സുന്നത്തിലും റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഹിദായത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രധാനമായും 4 കാര്യങ്ങളാണ്. ഒന്ന് അൽ ഹിദായത്തുൽ ആമ്മ. സർവ സൃഷ്ടികൾക്കും അള്ളാഹു നൽകിയിട്ടുള്ള പൊതുവായ ഹിദായത്ത്, അഥവാ സൃഷ്ടികൾക്കെല്ലാം ആവശ്യമായത് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിരിക്കുന്നു. സകല സൃഷ്ടികൾക്കും അള്ളാഹു നൽകിയിട്ടുള്ള കാര്യമാണ്. ഓരോരുത്തർക്കും അവരുടെ ജീവിതം നിലനിർത്താൻ ആവശ്യമായത് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിരിക്കുന്നു. അവർക്ക് ഉപകാരമുള്ളത് അള്ളാഹു അവർക്ക് അതിലേക്ക് വഴി കാണിച്ചിരിക്കുന്നു. മൂസ അലൈഹിസ്സലാമിനോടും ഹാറൂൻ അലൈഹിസ്സലാമിനോടും ഫിർഔൻ ചോദിച്ചു, ഖാല വമൻ റബ്ബുകുമാ യാ മൂസ. മൂസ, നിങ്ങൾ 2 പേരുടെയും റബ്ബ് ആരാണ്? മൂസ അലൈഹിസ്സലാം പറഞ്ഞു, റബ്ബുന അല്ലദീ അഅതാ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. ആരാണ് ഞങ്ങളുടെ റബ്ബ്? റബ്ബുന അല്ലദീ, ഞങ്ങളുടെ റബ്ബ് അഅതാ കുല്ല ശൈഇൻ ഖൽഖഹു,
ഓരോ സൃഷ്ടിക്കും അതിൻ്റെ രൂപം നൽകിയ, അവയെ സൃഷ്ടിച്ച, സുമ്മ ഹദ, എന്നിട്ട് അതിന് വഴി കാണിച്ചു കൊടുത്തവനാരോ അവനാണ് ഞങ്ങളുടെ റബ്ബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സകല സൃഷ്ടികൾക്കും അതിന്റെ മാർഗം, അതിന്റെ ജീവിതം മുന്നോട്ട് പോകാനുള്ള വഴി അല്ലാഹു കാണിച്ചു കൊടുത്തിരിക്കുന്നു. ആരാണ് പക്ഷിയെ പറക്കാൻ പഠിപ്പിച്ചത്? അല്ലാഹു സുബ്ഹാനഹു വ തആല. അവലം യറൗ ഇല الطير فوقهم صافات ويقبضن ما يمسكهن إلا الرحمن. അവർ കണ്ടില്ലേ പക്ഷികളിലേക്ക് അവർ നോക്കിയില്ലേ? ആ പക്ഷികൾ ചിറക് കൂട്ടിപ്പിടിച്ചുകൊണ്ടും ചിറക് വിരിച്ചുകൊണ്ടും ആകാശത്തുകൂടെ സഞ്ചരിക്കുന്നു. മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ, റഹ്മാനായ അല്ലാഹു അല്ലാതെ അവയെ പിടിച്ചു വെക്കുന്നില്ല. ഇന്നഹു ബികുല്ലി ഷൈഇൻ ബസീർ, അവൻ എല്ലാ കാര്യവും കണ്ടുകൊണ്ടിരിക്കുന്നവനാണ്. അല്ലാഹു ആണ് അതിനെ പറക്കാൻ പഠിപ്പിച്ചത്. ഈ സൃഷ്ടി വർഗങ്ങളിൽ ഓരോന്നിനെ കുറിച്ച് നമ്മൾ എടുത്തു നോക്കിയാലും അത്ഭുതപ്പെട്ടു പോകുന്ന സൃഷ്ടി പ്രപഞ്ചമാണ് നമുക്ക് മുന്നിലുള്ളത്. പക്ഷികളെ കുറിച്ച് അത്ഭുതകരമായ കാര്യങ്ങൾ, അതിൻ്റെ ജീവിതത്തെക്കുറിച്ച്, അതെങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നതിനെ കുറിച്ച് പഠിച്ചിട്ടുള്ള ആളുകൾ പറഞ്ഞു തരുന്നത് കേൾക്കാം. ഉറുമ്പിനെ കുറിച്ച്, അതുപോലെ മറ്റുള്ള ജന്തുക്കളെ കുറിച്ച്, ഇതിനെല്ലാം അതിന്റെ വഴി കാണിച്ചു കൊടുത്തവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അതിന്റെ ഉമ്മയുടെ മാറിടത്തിലേക്ക് വാവിളർത്തിപ്പോയി ആ മാറിടത്തിൽ നിന്ന് പാല് കുടിക്കാൻ ആ കുഞ്ഞിനെ പഠിപ്പിച്ചത് ആരാണ് ഇത് പറഞ്ഞു കൊടുത്തത്? ഇങ്ങനെയാണ് പാല് കുടിക്കേണ്ടത്, നിന്റെ ഭക്ഷണം ഇവിടെയാണ്. ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് അതിന് വഴി കാണിച്ചു കൊടുത്തിട്ടുള്ളത്. ഉറുമ്പുകൾ അതിന്റെ വാസസ്ഥലത്ത് നിന്ന് ഭക്ഷണം അന്വേഷിച്ച് പുറപ്പെട്ടു പോകുന്നു. ആരാണ് അതിന് നിന്റെ ഭക്ഷണം ഇതാണ് നീ കഴിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു കൊടുത്തത്? ആ ഭക്ഷണം ദൂര സ്ഥലത്ത് നിന്ന് എടുത്ത് അത് കുറെ ദൂരമുള്ള തന്റെ കൂട്ടിലേക്ക് തിരിച്ചു വരുന്നു. എന്നിട്ടത് മഴക്കാലത്തേക്ക്, അല്ലെങ്കിൽ അതിന്റെ ഭക്ഷണം സംഭരിച്ചു വെക്കാൻ കഴിയാത്ത കാലത്തേക്ക് വേണ്ടി ഭക്ഷണം സൂക്ഷിച്ചു വെക്കുന്നു. അതിന് സംഘമായി അവർ പ്രവർത്തിക്കുന്നു. ആരാണ് അതിന് വഴി കാണിച്ചു കൊടുത്തത്? قال ربنا الذي أعطى كل شيء خلقه ثم هدى. ربنا الذي أعطى كل شيء خلقه ثم هدى. ആ റബ്ബ് സകലതിനെയും സൃഷ്ടിച്ച് അതിന്റെ വഴി കാണിച്ചു കൊടുത്ത റബ്ബ്. കണ്ണിനെ കാണാൻ പഠിപ്പിച്ചത് ആരാണ്? അല്ലാഹുവാണ്. കാതിനെ കേൾക്കാൻ പഠിപ്പിച്ചത്, അതിന്റെ വഴി കാണിച്ചു കൊടുത്തത് ആരാണ്? കൈകൊണ്ട് പിടിക്കാനും അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനും കാലുകൊണ്ട് നടക്കാനും ആരാണ് ഇതിന് ഹിദായത്ത് നൽകിയത്? അല്ലാഹു സുബ്ഹാനഹു വ തആല. അവൻ ഈ ഹിദായത്ത് എന്നത്, ഈ ഹിദായത്തിന്റെ ഇനം എന്നത് സകല സൃഷ്ടികളെയും ഉൾക്കൊള്ളുന്നതാണ്. അതാണ് ഹിദായത്തുൽ ആമ്മ. എന്താണ് അതിന്റെ അർത്ഥം? ഓരോന്നിനും അതിൻ്റെതായ വഴി കാണിച്ചു കൊടുക്കുക. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുത്തിരിക്കുന്നു. സംസാരിക്കാത്ത ജന്തുക്കളെ അതിനെ നോക്കിയാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്ന കാര്യങ്ങൾ അത് ചെയ്യുന്നത് കാണാം. അത് പറക്കുന്നതും, അത് കടലിലൂടെ നീന്തുന്നതും, അത് കാട്ടിലൂടെ സഞ്ചരിക്കുന്നതും, അതിന്റെ ഇരയെ പിടിക്കുന്നതും, അതിനെ പിടിക്കാൻ വരുന്ന ശത്രുക്കളെ കണ്ടാൽ ഓടുന്നതും, അത് കൂടുണ്ടാക്കുന്നതും, അത് കുഞ്ഞിനെ വളർത്തുന്നതും, മൃഗങ്ങൾക്ക് അതിനെ പ്രസവിച്ച മാതാവാരാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നതും, അതിന്റെ അടുത്ത് മാത്രം അതിന്റെ പിന്നാലെ നടക്കുന്നതും, അന്യരെ കണ്ടാൽ അത് അകന്നു പോകുന്നതും, ആരാണ് ഇതിനെല്ലാം പഠിപ്പിച്ചത്? റബ്ബുന അല്ലദീ അഅതാ കുല്ല ഷൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രം. അങ്ങനെയുള്ള ഹാദിയാണവൻ, വഴി കാണിച്ചു കൊടുക്കുന്ന, ഓരോന്നിനും അതിനു വേണ്ടത് പഠിപ്പിച്ചു കൊടുത്ത റബ്ബാണവൻ. രണ്ടാമത്തെ ഹിദായത്ത് എന്നാൽ അത് അദ്ദിലാലത്തു വൽ ഇർശാദ്, സന്മാർഗം പഠിപ്പിച്ചു കൊടുക്കുക, സന്മാർഗത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുക, സന്മാർഗം ഇന്നതാണെന്ന് വ്യക്തമാക്കി കൊടുക്കുക. അതിനും ഹിദായത്ത് എന്ന് പറയും. അതാണ് രണ്ടാമത്തെ ഹിദായത്ത്.
അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടികൾക്ക് മുഴുവൻ, അവന്റെ സൃഷ്ടികളിൽ മുകല്ലഫുകളായ, അവൻ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടുള്ള അവന്റെ ദീനി നിയമം ബാധകമായിട്ടുള്ളവർക്ക് അല്ലാഹു സത്യത്തിന്റെ മാർഗം ഇതാണെന്ന് വിവരിച്ചു കൊടുത്തിരിക്കുന്നു. ആ മാർഗം അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുക്കാത്തവരെ ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കുകയില്ല. അത് അറിയിച്ചു കൊടുത്തിട്ട് മാത്രമേ അത് സ്വീകരിച്ചില്ലെങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ഇന്നതാണ് എന്ന് വിവരിച്ചു കൊടുത്തിട്ട് അത് എത്തിച്ചു കൊടുത്ത് അത് സ്വീകരിച്ചില്ലെങ്കിൽ മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കുക. അല്ലാത്തവരെ അല്ലാഹു റബ്ബുൽ ആലമീൻ ശിക്ഷിക്കുകയില്ല. വഇൻ മിൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാ ഫീഹാ നദീർ. റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഇൻ മിൻ ഉമ്മത്തിൻ, ഒരു ഉമ്മത്തുമില്ല, ഇല്ലാ ഖലാ ഫീഹാ നദീർ, അതിലൊരു തഖീദുകാരൻ കഴിഞ്ഞു പോയിട്ടല്ലാതെ. ആ തഖീദുകാരന്റെ തഖീദ് അല്ലാഹുവിന്റെ ദീൻ എന്നതാണ് എന്നത് ലഭിച്ചിട്ട് അത് സ്വീകരിക്കാത്തവരെ മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കുക. അല്ലാത്തവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ എത്തിയിട്ടില്ലാത്തവർക്ക് അവൻ പരലോകത്ത് വേറെ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവർക്ക് സ്വർഗമാണോ നരകമാണോ എന്ന്, അത് അവരുടെ വിധി എവിടേക്കാണ് എന്നത് നിശ്ചയിക്കാൻ അല്ലാഹു വേറെ മാനദണ്ഡം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നോക്കൂ, ഈ ഹിദായത്തിനെ കുറിച്ചാണ് അല്ലാഹു പറഞ്ഞത്, വഅമ്മാ സമൂദു ഫഹദൈനാഹും. സമൂദ് ഗോത്രത്തിന് നാം ഒരു ഹിദായത്ത് നൽകി. ഏതാണ് ആ ഹിദായത്ത്? ആ ഹിദായത്ത് എന്നാൽ ദീൻ പഠിപ്പിച്ചു കൊടുക്കുക, അല്ലാഹുവിലേക്കുള്ള വഴി എന്നതാണ് എന്ന് നബിമാരിലൂടെ എത്തിച്ചു കൊടുക്കുക. അതാണ് ആ ഹിദായ. അതിനും ഹിദായത്ത് എന്ന് പറയും. വഅമ്മാ സമൂദു ഫഹദൈനാഹും. എന്നാൽ അവർ അത് സ്വീകരിച്ചില്ല. ഫസ്തഹബ്ബുൽ അമ അലൽ ഹുദ. എന്നാൽ അവർ ഹുദാക്ക് പകരം, വെളിച്ചത്തിന് പകരം അവർ അന്ധത സ്വീകരിച്ചു, ഇരുട്ട് സ്വീകരിച്ചു. സുബ്ഹാനല്ലാഹ്, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിൽ വിശ്വസിച്ച മുഅ്മിനിനെ വിശേഷിപ്പിച്ച വാക്കുകളാണ് അൽ ഹയ്യ്, ജീവനുള്ളവൻ, സമീഅ്, കേൾക്കുന്നവൻ, അൽ ബസീർ, കാണുന്നവൻ, അദ്ദിൽ, തണൽ. എന്നാൽ അവന്റെ ദീൻ സ്വീകരിക്കാത്തവർ അല്ലാഹു വിശേഷിപ്പിച്ച പദങ്ങൾ നോക്കൂ. മയ്യിത്ത്, ചത്തുപോയവൻ. അതുപോലെ അമ്മ, കാണാത്തവൻ, അൽ അസം, കേൾക്കാത്തവൻ. അതുപോലെ അൽ ഹറൂർ, അത് ചൂടാണ്, വെയിലാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ അവനിൽ വിശ്വസിച്ച മുഅ്മിനുകളെ വിശേഷിപ്പിച്ചത് നോക്കൂ ഈ രൂപത്തിലുള്ള പദങ്ങൾ കൊണ്ട്. സമൂദ് ഗോത്രം അവർ സന്മാർഗത്തിന് പകരം, വെളിച്ചത്തിന് പകരം അന്ധത തെരഞ്ഞെടുത്തു. അല്ലാഹു റബ്ബുൽ ആലമീൻ ഹുദ ഇന്നതാണ് എന്നവർക്ക് കാണിച്ചു കൊടുത്തു, അത് അവർ സ്വീകരിച്ചില്ല. ഇതിനെക്കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ ഹുദ ആണ് അല്ലാഹു വിശേഷിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അല്ലാഹു പറഞ്ഞു, വഇന്നക ലതഹ്ദി ഇലാ സിറാത്തിൻ മുസ്തഖീം. ഓ നബിയെ, താങ്കൾ ജനങ്ങളെ നേരായ മാർഗത്തിലേക്ക് അവർക്ക് വഴി കാണിച്ചു കൊടുക്കുന്നു. ഈ ഹിദായത്ത് സൃഷ്ടികൾക്ക് സാധിക്കുന്നതാണ്. അതായത് കാര്യം വിവരിച്ചു കൊടുക്കുക എന്ന അർത്ഥത്തിലുള്ള ഹിദായ. മൂന്നാമത്തെ ഹിദായത്തിന്റെ അർത്ഥം, ഈ അർത്ഥമാണ് ഹിദായത്ത് എന്ന് കേൾക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ വരിക. ഞാൻ ഈ പറയാൻ പോകുന്ന അർത്ഥം, അള്ളാഹു ഒരുവന് ഹിദായത്ത് കൊടുത്തു, അള്ളാഹു ഒരുവനെ ഹിദായത്തിലാക്കി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിൽ വരുന്ന അർത്ഥം എന്താണോ അതാണ് ഈ മൂന്നാമത്തെ അർത്ഥം, ഹിദായത്തു തൗഫീഖ്. സന്മാർഗത്തിൽ ഒരുവനെ ആക്കുക, അവന്റെ ഖൽബിൽ സന്മാർഗം ഹിദായത്ത് ഇട്ടുകൊടുക്കുക. ഇതാണ് ഹിദായത്തിന്റെ മൂന്നാമത്തെ അർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം വയഹ്ദി മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം. നോക്കൂ നിങ്ങൾ ആയത്തിന്റെ പ്രത്യേകത എന്താണ്? അല്ലാഹു പറയുകയാണ്, വല്ലാഹു യദ്ഉ, അല്ലാഹു വിളിക്കുന്നു, ഇലാ ദാരിസ്സലാം, സമാധാനത്തിന്റെ ഭവനത്തിലേക്ക്, സ്വർഗത്തിലേക്ക്. വയഹ്ദി മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം, അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ ഹിദായത്തിലാക്കുന്നു, നേരായ മാർഗത്തിലേക്ക് അവൻ വഴി നടത്തുന്നു. വല്ലാഹു യദ്ഉ, അവിടെ എന്തു പറഞ്ഞില്ല? മൻ യശാഉ എന്ന് പറഞ്ഞില്ല. അല്ലാഹു വിളിക്കുന്നു, ക്ഷണിക്കുന്നു. അവൻ ഉദ്ദേശിക്കുന്നവരെന്ന് പറഞ്ഞോ? ഇല്ല, അല്ലാഹു വിളിക്കുന്നു എന്നേ പറഞ്ഞുള്ളൂ. ആരെ വിളിക്കുന്നു? എല്ലാവരും വിളിക്കുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല സകലരെയും വിളിച്ചിരിക്കുന്നു. വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം,
സ്വർഗത്തിന്റെ വഴി അള്ളാഹു എല്ലാവർക്കും മുന്നിൽ വെച്ചിരിക്കുന്നു. അള്ളാഹു അത് എല്ലാവരെയും പഠിപ്പിച്ചിരിക്കുന്നു ഇന്നതാണ്. എന്നാൽ അതിലേക്ക് ഹിദായത്ത് ലഭിക്കുക മയ്യശാ അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് മാത്രമാണ്. വയഹ്ദി മയ്യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം. ആ ആയത്തിൽ ഉദ്ദേശിച്ച ഹിദായത്ത് ഏതാണ്? അത് ഹിദായത്തു തൗഫീഖ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് അത് നൽകുന്നവൻ. ആ ഹിദായത്തിനെ കുറിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറഞ്ഞത്, ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത വലാകിൻ അല്ലാഹ യഹ്ദി മൻ യശാ. നിനക്ക് നീ ഇഷ്ടപ്പെടുന്നവരെ, നബിയെ താങ്കൾ ഇഷ്ടപ്പെടുന്നവരെ ഹിദായത്തിലാക്കാൻ സാധിക്കുകയില്ല. ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത വലാകിൻ അല്ലാഹ യഹ്ദി മൻ യശാ. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ ഹിദായത്തിലാക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറെ സഹായങ്ങൾ ചെയ്ത നബിയുടെ പിതൃ സഹോദരൻ അബൂ താലിബ് കാഫറായി മരിച്ചുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലേറെ പ്രയാസപ്പെട്ടു. ആ സമയത്ത് അള്ളാഹു അവതരിപ്പിച്ച ആയത്താണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്ന് പറയുകയാണ്, യാ അമ്മി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമതൻ ഉഹാജ്ജു ലക ബിഹാ ഇൻദല്ലാഹ്. ഓ എന്റെ പിതൃ സഹോദര, നിങ്ങൾ ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയൂ. അള്ളാഹുവിന്റെ മുന്നിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഒരു വാക്ക് നിങ്ങൾ പറയൂ. എന്നാൽ അത് പറയാൻ അത് പറയാതെയാണ് അബൂ താലിബ് മരിച്ചുപോയത്. അവിടെ അബൂജഹൽ മരണസമയത്ത് അടുത്തുണ്ടായിരുന്നു, വേറൊരു മുശ്രിക്കും അടുത്തുണ്ടായിരുന്നു. അവർ രണ്ടുപേരും അബൂ താലിബിനോട് ആവർത്തിച്ചു കൊണ്ടിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാ അമ്മി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നു. അവർ രണ്ടുപേരും ആവർത്തിക്കുന്നു, അതർഗബു അൻ മില്ലത്തി അബ്ദുൽ മുത്തലിബിന്റെ മില്ലത്ത് വിട്ടു പോവുകയോ? അവസാനം അബൂ താലിബ് അല മില്ലത്തി അബ്ദുൽ മുത്തലിബിന്റെ മില്ലത്തിൽ എന്ന് പറഞ്ഞ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാതെയാണ് മരിച്ചുപോയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് ഏറെ പ്രയാസമായി. അല്ലാഹു റബ്ബുൽ ആലമീൻ ആയത്തിറക്കുകയാണ്, ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത വലാകിൻ അല്ലാഹ യഹ്ദി മൻ യശാ. നിനക്ക് നബിയെ നീ ഉദ്ദേശിക്കുന്നവരെ ഹിദായത്തിലാക്കാൻ സാധ്യമല്ല. അള്ളാഹുവാണ് നീ ഇഷ്ടപ്പെടുന്നവരെ ഹിദായത്തിലാക്കാൻ കഴിയില്ല. അള്ളാഹുവാണ് അവൻ ഉദ്ദേശിക്കുന്നവരെ ഹിദായത്തിലാക്കുന്നവൻ. ഇതാണ് ഹിദായത്തിന്റെ മൂന്നാമത്തെ അർത്ഥം. അള്ളാഹു പറഞ്ഞു, ലൈസ അലൈക ഹുദാഹും വലാകിൻ അല്ലാഹ യഹ്ദി മൻ യശാ. നബിയെ അവരെ ഹിദായത്തിലാക്കുക താങ്കളുടെ ബാധ്യതയല്ല. വലാകിൻ അല്ലാഹ യഹ്ദി മൻ യശാ. അള്ളാഹുവാണ് അവൻ ഉദ്ദേശിക്കുന്നവരെ ഹിദായത്തിലാക്കുന്നത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബാധ്യത. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏൽപ്പിക്കപ്പെട്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏൽപ്പിക്കപ്പെട്ട ഹിദായത്ത് ഏതാണ്? അത് ഹിദായത്തുൽ ഇർശാദി വൽ ബയാൻ. കാര്യം വിവരിച്ചു കൊടുക്കുക, വഴി എന്നതാണെന്ന് പറഞ്ഞു കൊടുക്കുക, ദീൻ എത്തിച്ചു കൊടുക്കുക എന്നതാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഓ നബിയെ ബല്ലിഗ് മാ ഉൻസില ഇലൈക മിൻ റബ്ബിക്. ഓ നബിയെ താങ്കൾക്ക് അവതരിപ്പിക്കപ്പെട്ടതെന്തോ അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക. അത് താങ്കൾ ചെയ്തില്ലെങ്കിൽ ഫമ ബല്ലഗ്ത റിസാലത, അള്ളാഹുവിന്റെ റിസാലത്ത് എത്തിച്ചു കൊടുക്കാത്തവരായി താങ്കൾ മാറും. എന്നാൽ ഹിദായത്തിലേക്ക് ഹൃദയത്തെ കൊണ്ടുവരിക, ഖൽബിൽ ഹിദായത്ത് ഇട്ടുകൊടുക്കുക, ഹിദായത്തിന്റെ വെളിച്ചം ഇട്ടുകൊടുക്കുക, അത് അള്ളാഹുവിന് മാത്രം സാധിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ മൂന്നാമത്തെ ഹിദായത്ത്, ഇതാണ് ഹിദായത്ത് എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. ഇത് പഠിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അതിലൊന്നാമത്തേത് ഇതാണ്, ഈ ഹിദായത്ത് അള്ളാഹുവാണ് നൽകുന്നവൻ, അത് റബ്ബിൽ നിന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് അവർ ഖന്തഖ് യുദ്ധത്തിൽ കിടങ്ങ് കുഴിക്കവേ അവർ കവിത പാടുകയുണ്ടായി. വല്ലാഹി ലൗലല്ലാഹു മഹ്തദൈന വമാ തസദ്ദഖ്ന വമാ സല്ലൈന. അല്ലാഹുവാണ്, അവനില്ലായിരുന്നുവെങ്കിൽ മഹ്തദൈന, ഞങ്ങൾ ഹിദായത്തിലാകുമായിരുന്നില്ല. വമാ തസദ്ദഖ്ന വമാ സല്ലൈന, നമ്മൾ സദഖ കൊടുക്കുമായിരുന്നില്ല, നമ്മൾ നിസ്കരിക്കുമായിരുന്നില്ല. ഇതിലേക്കെല്ലാം നമുക്ക് തൗഫീഖ് ചെയ്തവൻ റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ വാക്കിന് മറുപടിയായി ചൊല്ലി, അല്ലാഹുമ്മ ലാ ഖൈറ ഇല്ലാ ഖൈറുൽ ആഖിറ ഫഗ്ഫിർ ലിൽ അൻസാരി വൽ മുഹാജിറ. അല്ലാഹുവേ, പരലോകത്ത് ഖൈറല്ലാതെ ഒരു ഖൈറില്ല, അതാണ് യഥാർത്ഥ ഖൈർ. അതുകൊണ്ട് അൻസാറുകൾക്കും മുഹാജിറുകൾക്കും റബ്ബേ നീ പുറത്തു കൊടുക്കണമേ. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ ഈ ചൊല്ലുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കുന്നുണ്ട്. നബിയുടെ അംഗീകാരം അവരുടെ വാക്കിനുണ്ട്. അള്ളാഹുവിന്റെ പക്കൽ നിന്ന് മാത്രമാണ് ആ ഹിദായത്ത്. അവൻ മാത്രമാണ് ഹിദായത്ത് നൽകുന്നവൻ. മറ്റൊരാൾക്കും അത് സാധിക്കുകയില്ല. അത് അള്ളാഹു അല്ലാത്തവരോട് തേടാൻ പാടില്ല, ഹിദായത്ത് ചോദിക്കാൻ പാടില്ല.
എന്നാൽ ചില ആളുകൾ അവരത് അള്ളാഹുവിന്റെ പടപ്പുകളോട്, ഔലിയായിനോടും അംബിയായിനോടും ഹിദായത്ത് ചോദിക്കാമെന്ന് പറയുന്നവനാണ്. അള്ളാഹു അല്ലാത്ത അവന്റെ നബിമാരോടും ഔലിയായിനോടും ഹിദായത്ത് ചോദിക്കാം. ബസ്സിർ ഫുആദി സിറാതൻ അൻത സാലികുഹു വല്ലാഹു ആതാകഹു വഅൻത മാലികുഹു. ഒരു മൗലിദിലുള്ള വരിയാണ്. മുഹീദ്ദീൻ ശൈഖിനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, ബസ്സിർ ഫുആദി സിറാതൻ അൻത സാലികുഹു. എന്റെ ഹൃദയത്തിന് ശൈഖേ താങ്കൾ പ്രവേശിച്ച മാർഗത്തിലേക്കുള്ള വെളിച്ചം നൽകണമേ. ഫല്ലാഹു അഅതാകഹു, അല്ലാഹു നിങ്ങൾക്കത് നൽകിയിട്ടുണ്ട്. ഫഅൻത മാലികുഹു, നിങ്ങളാണ് അതിന്റെ ഉടമസ്ഥൻ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഒരു വലിയ എങ്ങനെയാണ് ഹിദായത്തിന്റെ ഉടമസ്ഥനാവുക? അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിദായത്തിന്റെ ഉടമസ്ഥനല്ല. അള്ളാഹുവിന്റെ കയ്യിലാണ് ഹിദായത്ത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനമില്ലാത്ത നബിമാരുടെ സ്ഥാനം ഒരിക്കലും അള്ളാഹുവിന്റെ വലിയകൾക്കുണ്ടാവുകയില്ല. നബിമാരുടെ സ്ഥാനം വലിയനുണ്ട് എന്നൊരുവൻ വിശ്വസിച്ചാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും, കാഫറായി പോകും. നബിമാരെക്കാളും സ്ഥാനം വലിയകൾക്കുണ്ട് എന്ന് വിശ്വസിച്ചാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും, കാഫറായി തീരും. അതാണിപ്പോ പറയുന്നത്. അള്ളാഹുവിന്റെ പടപ്പുകളിൽ സിയം മടവൂരിനെ പോലെ ഒരാളില്ല. ആ പടപ്പുകളിൽ ആരൊക്കെ പെട്ടു? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെട്ടില്ലേ? നബിക്കില്ലാത്ത പ്രത്യേകത വലിയകൾക്ക് പറയുകയാണ്. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വാക്കാണത്. ഇങ്ങനെ ഹിദായത്ത് അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കുക എന്നത് ശിർക്കാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. അത് പടപ്പുകൾക്ക് സാധ്യമായ കാര്യമല്ല. ഇതാണ് ഒന്നാമതായി നാം മനസ്സിലാക്കേണ്ട ഈ ഹിദായത്തിനെ കുറിച്ച്. രണ്ടാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ മനസ്സിൽ കുറിച്ചിടേണ്ട കാര്യമാണ്, ഹിദായത്ത് എന്നത് അള്ളാഹുവിന്റെ ഫദ്ലാണ്, അവന്റെ ഔദാര്യമാണ്, നമ്മുടെ അവകാശമല്ല, ഒരാളുടെയും അവകാശമല്ല. അള്ളാഹുവിന്റെ ഔദാര്യം ഒന്ന് മാത്രമാണ്. അള്ളാഹുവിന്റെ ഔദാര്യം, അവന്റെ ഫദ്ലാണ്. അതുകൊണ്ട് ഹിദായത്ത് ലഭിക്കാത്ത, ദുർമാർഗത്തിലായി കുഫറിലോ ശിർക്കിലോ ബിദ്അത്തിലോ ഒക്കെ ആയി ജീവിച്ചു മരിച്ചവന് അവനോട് അള്ളാഹു അനീതി ചെയ്തിട്ടില്ല. അവൻ അള്ളാഹുവിന്റെ എന്ത് കിട്ടിയിട്ടുണ്ട്? അതിര് കിട്ടിയിട്ടുണ്ട്, നീതി ലഭിച്ചിട്ടുണ്ട്. അവന് ഹിദായത്ത് യോജിക്കുകയില്ല, ഹിദായത്തിന് അവൻ അർഹതയില്ല. അതുകൊണ്ടാണ് അള്ളാഹുവിന് ഹിദായത്ത് കൊടുക്കാത്തത്. അതുകൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാർ അള്ളാഹുവിനെ വിശേഷിപ്പിക്കുന്നത് എന്ത്? അള്ളാഹുവെ നീ ഹിദായത്ത് നൽകുന്നവനാണ്, ബിഫദ്ലിക്, നിന്റെ ഔദാര്യം കൊണ്ട്. അള്ളാഹുവെ നീ ഉദ്ദേശിക്കുന്നവരെ നീ വഴികേടിലാക്കുന്നവനാണ്, ബിഅദ്ലിക്, റബ്ബേ നിന്റെ നീതി കൊണ്ട്. അള്ളാഹു അവരോട് അനീതി ചെയ്തിട്ടില്ല. ലോകരെ മുഴുവൻ അള്ളാഹു നരകത്തിലിട്ടാലും ഫഹുവ ഗൈറു ദാലിമിൻ ലഹും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അള്ളാഹു അവരോട് അനീതി ചെയ്തിട്ടില്ല. ലോകരെ മുഴുവൻ അള്ളാഹു നരകത്തിലിട്ടാലും. ഹിദായത്ത് അള്ളാഹുവിന്റെ ഫദ്ലാണ്, അള്ളാഹുവിന്റെ ഔദാര്യമാണ്. ഒരാൾക്കും അതിൽ ഒരു നിലക്കും അവകാശമില്ല. നമ്മൾ എന്തെങ്കിലും കൊടുത്താൽ പകരം ലഭിക്കുന്ന കാര്യമല്ല, അള്ളാഹുവിന്റെ കയ്യിൽ. വഅന്നൽ ഫദ്ല ബിയദില്ലാഹ് യുഅ്തീഹി മൻ യശാ വല്ലാഹു ദുൽ ഫദ്ലിൽ അളീം. ഫദ്ൽ എന്ന ഔദാര്യം എന്നത് അത് അള്ളാഹുവിന്റെ കയ്യിലുള്ളതാണ്, അവനത് ഉദ്ദേശിക്കുന്നവർക്ക് നൽകുന്നു. വല്ലാഹു ദുൽ ഫദ്ലിൽ അളീം, അള്ളാഹു മഹത്തായ ഫദ്ലിന്റെ ഔദാര്യത്തിന്റെ ഉടമസ്ഥനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിനോട് അള്ളാഹു പറഞ്ഞില്ലേ, വഅലമു അന്ന ഫീകും റസൂലല്ലാഹ്, നിങ്ങൾ അറിയണം നിങ്ങളിൽ അള്ളാഹുവിന്റെ റസൂലുണ്ട് എന്ന കാര്യം നിങ്ങൾ ഓർക്കണം. വലാകിൻ അല്ലാഹു ലൗ യുതീഉകും ഫീ കസീരിൻ മിനൽ അംരി ലഅനിതും, പല കാര്യങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ അനുസരിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾ പ്രയാസത്തിലായി പോകുമായിരുന്നു. നബി നിങ്ങളെ അനുസരിച്ചാൽ. വലാകിൻ അല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാൻ, എന്നാൽ അള്ളാഹു നിങ്ങൾക്ക് ഈമാൻ പ്രിയങ്കരമാക്കി തന്നിരിക്കുന്നു. വസയ്യനഹു ഫി ഖുലൂബികും, നിങ്ങളുടെ ഹൃദയങ്ങളിൽ അള്ളാഹു ഈമാൻ അലങ്കരിച്ചു വെച്ചിരിക്കുന്നു. വകറഹ ഇലൈക്കുമുൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഇസ്യാൻ, മുഅ്മിനുകളുടെ അടയാളമാണ്, ശ്രദ്ധിക്കുക. അവർ കുഫ്ർ ചെയ്യുകയില്ല, അവർ വൃത്തികേടുകൾ, തോന്നിവാസങ്ങൾ, പാപങ്ങൾ ചെയ്യുകയില്ല എന്ന് മാത്രമാണോ? അല്ല, മറിച്ച് അവരതിനെ വെറുക്കും. വകറഹ ഇലൈക്കും, അള്ളാഹു നിങ്ങൾക്ക് വെറുപ്പാക്കി തന്നിരിക്കുന്നു. അൽ കുഫ്ര, കുഫ്റിനോട്, അള്ളാഹുവിനെ നിഷേധിക്കുക, അവന്റെ ദീനിനെ നിഷേധിക്കുക എന്നതിനോട് അള്ളാഹു നിങ്ങൾക്ക് വെറുപ്പുണ്ടാക്കി തന്നിരിക്കുന്നു. വൽ ഫുസൂഖ,
കുഫറിന് തൊട്ട് താഴെയുള്ളതാണ് ഫുസൂഖ്, ധിക്കാരം, അല്ലാഹുവിന്റെ അനുസരണം, അതിൽ നിന്ന് ചാടി പുറത്തു കടക്കുക, റബ്ബിനെ ധിക്കരിക്കുക, അവനോട് അനുസരണക്കേട് കാണിക്കുക. അതിനോടും അല്ലാഹു നിങ്ങൾക്ക് വെറുപ്പുണ്ടാക്കിയിരിക്കുന്നു. വൽ ഇസ്യാൻ, പാപങ്ങളോട് അല്ലാഹു നിങ്ങൾക്ക് വെറുപ്പുണ്ടാക്കി തന്നിരിക്കുന്നു. ولكن الله حبب إليكم الإيمان وزينه في قلوبكم وكره إليكم الكفر والفسوق والعصيان أولئك هم الراشدون. അവരാണ് സന്മാർഗത്തിലായവർ. നോക്കൂ, അതിന്റെ ശേഷമുള്ള ആയത്ത് എന്താണ്? ഫദ്ലൻ മിൻ അല്ലാഹി വനിഅമ. അല്ലാഹുവിന്റെ ഔദാര്യമാണത്, വനിഅമ, അവന്റെ അനുഗ്രഹമാണ്. അല്ലാഹു എന്തല്ല പറഞ്ഞത്? ഹഖ്ഖൻ അലല്ലാഹ്, അല്ലാഹുവിന്റെ ബാധ്യതയാണത് എന്നാണോ പറഞ്ഞത്? അല്ല, ഫദ്ലൻ മിൻ അല്ലാഹ്, അല്ലാഹുവിന്റെ ഔദാര്യമാണത്. ഹൃദയത്തിൽ ഈമാനിനോട് സ്നേഹമുണ്ടാക്കി, ഈമാൻ ഹൃദയത്തിൽ അലങ്കരിച്ചു വെച്ചു കൊടുത്തു. കുഫറിനോടും ഫുസൂഖിനോടും ഇസ്യാനോടും, കുഫറിനോടും വൃത്തികേടുകളോടും പാപങ്ങളോടും എല്ലാം അല്ലാഹു വെറുപ്പുണ്ടാക്കി തന്നു എന്നത് അല്ലാഹുവിന്റെ ഔദാര്യവും അനുഗ്രഹവുമാണ്. വല്ലാഹു അലീമുൻ ഹകീം. അതാണ് ഇൻഷാ അല്ലാഹ് അടുത്തത് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അല്ലാഹു അലീമും ഹകീമുമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അറിയുന്നവനും ഹിക്മത്തുള്ളവനുമാണ്. അത് ഞാൻ വിശദീകരിക്കാം. പറഞ്ഞു വന്നത് സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ഔദാര്യമാണ് ഹിദായത്ത് എന്നത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, അതിന് അള്ളാഹുവിനോട് നന്ദിയുള്ളവരാകണം. അല്ലാതെ ഒരാൾ ദീൻ പാലിക്കുന്നു എന്നത്, നീ ദീൻ പാലിക്കുന്നു എന്നത് നീ അള്ളാഹുവിന് ചെയ്തു കൊടുക്കുന്ന ഉപകാരമല്ല. അള്ളാഹുവിന് നീ ഒന്നും ചെയ്തു കൊടുക്കേണ്ടതില്ല, അവനതിന്റെ ആവശ്യമില്ല. നീ ഒന്നും ചെയ്തു കൊടുക്കേണ്ട ആവശ്യം അള്ളാഹുവിനില്ല. ലോകത്തുള്ള പടപ്പുകൾ മുഴുവൻ ഏറ്റവും നല്ല ഉടമകളായാലും അള്ളാഹുവിന്റെ മുൽക്കിൽ നിന്നൊന്നും കൂടാനില്ല. റബ്ബിന്റെ അനുഗ്രഹമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തങ്ങൾ മുസ്ലിമീങ്ങളായി എന്നത് എന്തോ വലിയ ഉപകാരം ചെയ്തു എന്ന രൂപത്തിൽ ആളുകൾ പറഞ്ഞപ്പോൾ അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ ആയത്തിറക്കി, യമുന്നൂന അലൈക അൻ അസ്ലമു. അവർ മുസ്ലിമീങ്ങളായി എന്നത് നബിയെ നിന്നോട് അവർ എന്തോ ഉപകാരം ചെയ്തു എന്നതുപോലെ, നിനക്കെന്തോ അനുഗ്രഹം ചൊരിഞ്ഞു എന്നതുപോലെ അവർ സംസാരിക്കുന്നു. ഖുൽ ലാ തമുന്നു അലയ്യ ഇസ്ലാമക്കും, പറയുക നിങ്ങൾ മുസ്ലിമീങ്ങളായി എന്നത് എനിക്ക് ചെയ്തു തന്ന ഉപകാരം പോലെ നിങ്ങൾ പറയേണ്ടതില്ല. ബലില്ലാഹു യമുന്നു അലൈക്കും, അള്ളാഹു നിങ്ങൾക്ക് അനുഗ്രഹം ചൊരിഞ്ഞിരിക്കുകയാണ്. അൻ ഹദാക്കും ലിൽ ഈമാൻ, ഈമാനിലേക്ക് നിങ്ങളെ വഴി നടത്തിക്കൊണ്ട്. ഹിദായത്ത് അള്ളാഹുവിന്റെ ഫദ്ലാണ്, ഔദാര്യമാണ്, അവന്റെ അനുഗ്രഹമാണ്. അത് ഓർക്കുക, അത് നഷ്ടപ്പെടുത്തി കളയാതിരിക്കുക, അതിന് അള്ളാഹുവിനോട് ശുക്റുള്ളവരാവുക. അള്ളാഹു മുസ്ലിമീങ്ങളാക്കിയെന്നത് അള്ളാഹുവാണ്. മുഅ്മിനെ മുഅ്മിനാക്കിയത്, നിസ്കരിക്കുന്നവനാക്കിയത് ആരാണ്? അള്ളാഹുവാണ്. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഒരു കുരിശിനോ ഒരു ബിംബത്തിനോ മുന്നിൽ സുജൂദ് ചെയ്യുന്നവനാക്കി നിന്നെ മാറ്റാൻ യാതൊരു പ്രയാസവുമില്ല. ഇബ്രാഹിം അലൈഹിസ്സലാം ദുആ ചെയ്തതുപോലെ, റബ്ബി ജഅൽനി മുഖീമസ്സലാഹ് വമിൻ ദുർരിയതി റബ്ബനാ വതഖബ്ബൽ ദുആ. എന്റെ റബ്ബേ, നീ എന്നെ നിസ്കരിക്കുന്നവനാക്കണേ, നിസ്കാരം നിലനിർത്തുന്നവനാക്കണേ. വമിൻ ദുർരിയതി, എന്റെ മക്കളെയും. റബ്ബനാ വതഖബ്ബൽ ദുആ, ഞങ്ങളുടെ റബ്ബെ ദുആ സ്വീകരിക്കണമേ. നിസ്കരിക്കുന്നവനെ നിസ്കരിപ്പിച്ചത് റബ്ബ്. അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ടാണ്, അനുഗ്രഹം കൊണ്ടാണ് അവന് നിസ്കരിക്കാൻ സാധിച്ചത്. റബ്ബിന്റെ അനുഗ്രഹമാണത്. ഇതാണ് രണ്ടാമത്തെ കാര്യം. ഒന്ന്, അള്ളാഹു ആണ് ഹിദായത്തിന്റെ ഉടമസ്ഥ, അവനാണ് ഹിദായത്ത് നൽകുന്നവൻ, മറ്റാർക്കും അത് നൽകാൻ സാധ്യമല്ല. ഏതു ഹിദായത്ത്? സന്മാർഗം ഹൃദയത്തിൽ ഇട്ടുകൊടുക്കുക എന്ന ഹിദായത്ത്. രണ്ടാമത്തത്, ഈ ഹിദായത്ത് നൽകുക എന്നത് അള്ളാഹുവിന്റെ ഔദാര്യമാണ്, നമ്മുടെ ആരുടെയും അവകാശമല്ല. മൂന്നാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് നേരത്തെ ഞാൻ പറഞ്ഞ ആയത്തിന്റെ അവസാനമുള്ളതുപോലെ, വല്ലാഹു അലീമുൻ ഹകീം, അള്ളാഹു അറിയുന്നവനാണ്, എല്ലാം അറിയുന്നവനാണ്. ആർക്കാണ് ഹിദായത്തിന് അർഹതയുള്ളത്? അള്ളാഹുവിനതറിയാം. ഹകീമുൻ, അവൻ അങ്ങേയറ്റം ഹിക്മത്തുള്ളവനാണ്, യുക്തിയുള്ളവനാണ്. വെക്കേണ്ടത് വെക്കുക, അതാണ് ഹിക്മത്ത്. ഹിദായത്ത് യോജിച്ച ഹൃദയങ്ങൾക്ക് മാത്രമേ അള്ളാഹു അത് നൽകുകയുള്ളൂ. ഈ ഹിദായത്ത് എന്നത് അതിങ്ങനെ ചൊരിയുമ്പോൾ, അതിങ്ങനെ ആരോ വലിച്ചെറിയുമ്പോൾ ആരുടെയൊക്കെയോ തലയിൽ പോയി പതിച്ചതല്ല, ആരുടെയൊക്കെയോ ഹൃദയങ്ങളിൽ പോയി വീണതല്ല, മറിച്ച് അല്ലാഹു റബ്ബുൽ ആലമീൻ അറിഞ്ഞു കൊടുത്തതാണ്. അത് യോജിച്ചവർക്ക് മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുക. ആ ഹിദായത്തിന് പിന്നിൽ അള്ളാഹുവിന്റെ ഇൽമുണ്ട്, അവൻ അറിഞ്ഞു കൊടുത്തതാണ്. അതുപോലെ അള്ളാഹുവിന്റെ ഹിക്മത്തുണ്ട്, അതിന് യോജിച്ച സ്ഥലത്താണ് അല്ലാഹു റബ്ബുൽ ആലമീൻ അത് നൽകിയത്. അല്ലാതെ ഇത് യാദർച്ഛികമായി സംഭവിച്ചതല്ല. ഈ ഹിദായത്ത് അല്ലാഹു റബ്ബുൽ ആലമീൻ ഉദ്ദേശിച്ച ഈ വെളിച്ചം അതിന് യോജിച്ച ഹൃദയങ്ങളിലെ അള്ളാഹു വെക്കുകയുള്ളൂ. ഒരുവൻ അത് ലഭിക്കാതെ മരിച്ചുപോയി, അവൻ കാഫറായി ചത്തുപോയി,
എങ്കിൽ അവനതിന് യോഗ്യതയില്ലായിരുന്നു എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഒരു അമൂല്യമായ ഒരു മുത്ത്, അമൂല്യമായ ഒരു രത്നം, വിലമതിക്കാനാവില്ല, അത്രയും കോടികൾ കൊടുത്താലേ അത് കിട്ടുകയുള്ളൂ. ഇത് ആരെങ്കിലും ഒരാൾ ഒരു കുപ്പത്തൊട്ടിയിൽ വലിച്ചെറിഞ്ഞാൽ അയാളെ കുറിച്ച് നിങ്ങൾ എന്ത് പറയും? അയാൾക്ക് എന്ത് ഹിക്മത്താണുള്ളത്? യുക്തിയുണ്ടോ അയാൾക്ക് എന്തെങ്കിലും ലക്ഷ്യബോധമുണ്ടോ? ഇല്ല. അതിനേക്കാൾ അമൂല്യമായതാണ് ഹിദായത്ത്. റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് യോഗ്യതയുള്ള ഹൃദയങ്ങളിൽ മാത്രമേ അത് നൽകുകയുള്ളൂ. അത്രയും വിലപ്പെട്ടതാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹോദര നിനക്കത് നൽകിയെങ്കിൽ നീ തിരിച്ചറിയണം, അത് ലഭിക്കാത്ത കോടാനുകോടി ആളുകളുണ്ട്. എത്രയോ ആളുകൾ ദുനിയാവ് അല്ലാഹു പടച്ചത് മുതൽ ഇന്നേ വരെ കഴിഞ്ഞുപോയിട്ടുണ്ട്. അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹമാണ് അവരിൽ നിന്ന് അള്ളാഹു നിന്നെ മുസ്ലിമാക്കിയെന്നത്, അവനിൽ വിശ്വാസമുള്ള, പരലോകത്തിൽ വിശ്വാസമുള്ളവനാക്കിയെന്നത്, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്നവനാക്കിയെന്നത്. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പിൻപറ്റുന്ന, ബിദ്അത്ത് ചെയ്യാത്തവനാക്കിയെന്നത്. ഇതൊന്നും ചെറിയ അനുഗ്രഹമല്ല, വലിയ വലിയ അനുഗ്രഹമാണ്. ഇതെല്ലാം അള്ളാഹുവിന്റെ ഇസ്തിഫാഅ്, അള്ളാഹു തെരഞ്ഞെടുക്കുന്നതാണ്. തെരഞ്ഞെടുപ്പിന് ശേഷം വീണ്ടും തെരഞ്ഞെടുക്കുന്നു, മുസ്ലിമാക്കി, മുവഹിദാക്കി, അവൻ നിന്നെ സുന്നത്ത് പിൻപറ്റുന്നവനാക്കി. ശിർക്കിൽ നിന്ന്, അതുപോലെ ബിദ്അത്തുകളിൽ നിന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ നിന്നെ രക്ഷപ്പെടുത്തി എന്നത് അത് നിസാരമായ കാര്യമല്ല. അത് നഷ്ടപ്പെടുത്തിക്കൂടാ. അത് നഷ്ടപ്പെടാൻ കാരണമാകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പാപങ്ങൾ, ദുനൂബ്, തിന്മകൾ. അത് ഹിദായത്ത് നഷ്ടപ്പെടുത്തിയേക്കും. അല്ലാഹു റബ്ബുൽ ആലമീൻ അവന്റെ മഹത്തായ ഫദ്ല് കൊണ്ട് കാത്തുരക്ഷിച്ചില്ലെങ്കിൽ അത് പോയേക്കും. അതല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരാൾ സ്വർഗത്തിലേക്കുള്ള അമൽ ചെയ്യും, എത്രത്തോളം സ്വർഗത്തിനും അവനും ഇടയിൽ ഒരു മുഴം മാത്രമേ അകലമുള്ളൂ എന്നിടത്തെത്തും എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം. അവൻ മരണപ്പെടാൻ അത്രേ ഉള്ളൂ. അവന്റെ മുന്നിൽ മരണപ്പെടുക, എന്നിട്ട് അതിലേക്ക് പോവുക എന്നതേ ഉള്ളൂ. എന്താണ് ഒരു മുഴം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അവന്റെ മുന്നിൽ എന്തേ ബാക്കിയുള്ളൂ? മരണപ്പെടുക, എന്നിട്ട് സ്വർഗത്തിലേക്ക് പോവുക എന്നതേ ബാക്കിയുള്ളൂ. അപ്പോഴതാ ഫയസ്ബിഖ അലൈഹിൽ കിതാബ്, അവനെ കുറിച്ച് നേരത്തെ രേഖപ്പെടുത്തപ്പെട്ടത് അവന്റെ കിതാബ് മറികടക്കുകയാണ്. അവൻ നരകക്കാരുടെ പ്രവർത്തനം ചെയ്യുകയും അതിലായി മരിച്ച് നരകത്തിൽ പ്രവേശിക്കുകയും ചെയ്യും. വലയ്യാദു ബില്ലാഹ്. നേരെ തിരിച്ചും സംഭവിക്കും. ചില റിവായത്തുകളിൽ വന്നിട്ടുണ്ട്, ആ ഹദീസിന്റെ ചില റിവായത്തുകളിൽ അവൻ സ്വർഗക്കാരുടെ പ്രവർത്തനങ്ങൾ ചെയ്യും ഫീമാ യബ്ദു ലിന്നാസ്, ജനങ്ങളുടെ കാഴ്ചയിൽ, ആളുകൾ കാണുമ്പോൾ അവൻ എങ്ങനെയാണ്. പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം. അതിൽ സൂചനയുണ്ട്, അവന്റെ ഹൃദയത്തിൽ എന്തോ ഒരു കറയുണ്ടായിരുന്നു. അതല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കുകയില്ല. കാരണം രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിനെ സൂക്ഷിച്ച ഒരുവനെ അള്ളാഹു കൈവിടുകയില്ല. അങ്ങനെ അള്ളാഹു കൈവിട്ട ചരിത്രമില്ല. അതുകൊണ്ട് രഹസ്യത്തിലും പരസ്യത്തിലും ഒരുവൻ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ അവൻ അള്ളാഹു നല്ല മരണം നൽകുക തന്നെ ചെയ്യുമെന്ന്. അള്ളാഹു നമുക്ക് ഹുസ്നുൽ ഖാത്തിമ, നല്ല അന്ത്യം നൽകുമാറാകട്ടെ. നമ്മുടെ അവസാനത്തെ അമലുകൾ അള്ളാഹു ഏറ്റവും നല്ല അമലുകളാക്കി തീർക്കുമാറാകട്ടെ. അതുകൊണ്ട് ഈ ഹിദായത്ത് അള്ളാഹുവിന്റെ ഹിക്മത്ത് അനുസരിച്ചാൽ ആളുകൾ പറയുന്നത് പോലെയല്ല. അതുകൊണ്ടാണ് മുശ്രിക്കുകളായ ആളുകൾ പറയുകയുണ്ടായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ പാവങ്ങളായ സഹാബത്ത് വിശ്വസിച്ചപ്പോൾ അവർ പറഞ്ഞു ഇവർക്കാണോ ഹിദായത്ത് ലഭിച്ചത്? അള്ളാഹു പറയുകയാണ്, വകദാലിക ഫതന്ന ബഅദഹും ബിബഅദ് ലിയഖൂലു അഹാഉലാഇ മന്നല്ലാഹു അലൈഹിം മിൻ ബൈനിനാ. അങ്ങനെയാണ് നാം അവരിൽ ചിലരെ ചിലർക്ക് പരീക്ഷണമാക്കിയിരിക്കുന്നു. അവർ പറയും, ഞങ്ങളുടെ കൂട്ടത്തിൽ ഇവർക്കാണോ അള്ളാഹുവിന് അനുഗ്രഹം ലഭിച്ചത്? ഇവരാണോ ഈ സ്വർഗത്തിൽ പോകുന്നു എന്ന് പറയുന്ന ആളുകൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മജ്ലിസിൽ അവർ ബിലാലിനെയും അമ്മാറിനെയും സുഹൈബിനെയും ഒക്കെ കാണുകയാണ്. അവർ പറയും, ഇവരാണോ ഇത് ആദ്യം സ്വീകരിച്ച? ഇത് ഖൈറായിരുന്നുവെങ്കിൽ ഞങ്ങൾ ആദ്യം സ്വീകരിച്ചേനെ, ഇവരാദ്യം സ്വീകരിക്കുമായിരുന്നില്ല. ലൗ കാന ഖൈറൻ മാ സബഖൂന ഇലൈഹി, ഇതൊരു ഖൈറായിരുന്നുവെങ്കിൽ ഞങ്ങളെക്കാൾ മുൻപേ ഇവരിതിലെത്തുമായിരുന്നില്ല. എന്നാൽ നമ്മൾ മുഅ്മിനീങ്ങൾ അവസാന കാലക്കാരായ നമ്മൾ പറയുക എന്താണ്? ഒരു കാര്യം ഖൈറാണെങ്കിൽ ലസബഖൂന ഇലൈഹി, നമ്മെക്കാൾ മുൻപേ സഹാബത്ത് അത് ചെയ്യുമായിരുന്നു. മുശ്രിക്കുകൾ നേരെ തിരിച്ചാണ് പറഞ്ഞത്, ഇത് ഖൈറായിരുന്നെങ്കിൽ മാ സബഖൂന ഇലൈഹി,
നമ്മളെക്കാൾ മുൻപ് ഇവരിത് ചെയ്യുമായിരുന്നില്ല. നമ്മൾ മുസ്ലിമുകൾ സഹാബത്തിനെ കുറിച്ച് വിശ്വസിക്കുന്നത് എന്താ? ഈ മുശ്രിക്കുകളുടെ വാദത്തിന് നേരെ തിരിച്ചാണ്. ഏതൊരാൾ ഒരു ബിദഅത്ത് കൊണ്ടുവന്നാലും അതിനെ എതിർക്കാൻ നമ്മൾ പറയുന്ന കാര്യം എന്താണ്? മാനദണ്ഡം എന്താണ്? അത് ഖൈറാണെങ്കിൽ ആദ്യം സഹാബിമാർ ചെയ്യും. എല്ലാ ഖൈറിലും മുൻപേ നടന്നവർ അവരാണ്. ഇവർ ചോദിക്കുകയാണ്, മുശ്രിക്കുകൾ ഇവരാണോ അള്ളാഹുവിന്റെ അനുഗ്രഹം ചൊരിഞ്ഞവർ? ഇവരുടെ കയ്യിൽ പണമില്ലല്ലോ, ഒരു വലിയ തറവാടികളല്ലല്ലോ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പോലും അവരത് പറഞ്ഞു. എന്തുകൊണ്ടാണ്? അള്ളാഹു ഈ നുബുവത്ത് അലാ റജുലിൻ മിനൽ ഖറിയതൈൻ അദീം, മക്കയിലോ തായിഫിലോ ഉള്ള വലിയ ഒരാൾക്ക്, വലിയൊരു ധനാഢ്യൻ എന്തുകൊണ്ട് അള്ളാഹു നുബുവത്ത് കൊടുത്തില്ല? അവരുടെ ചോദ്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ആരാണ് ഈ റിസ്ക് വേർതിരിച്ചു തന്നത്, ഇത് വീതിച്ചു തന്നത്? പണക്കാരനെ പണക്കാരനാക്കിയത് ആരാണ്? നിങ്ങളാണോ? അള്ളാഹുവാണ്. എന്നതുപോലെ ഇതും അള്ളാഹുവാണ് വീതിക്കുക. അലൈസ അല്ലാഹു ബിഅലമ ബിശ്ശാകിരീൻ, ശുക്ർ ചെയ്യുന്നവരാരാണ് എന്ന് അറിയുന്നവനല്ലേ അള്ളാഹു സുബ്ഹാനഹു വ തആല? അള്ളാഹുവിനറിയാം ആർക്ക് കൊടുക്കണം ഹിദായത്ത്, അവർക്കാണ് അള്ളാഹു ഹിദായത്ത് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മൾ ശരിക്ക് മനസ്സിലാക്കണം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഹിദായത്ത് അതിനെ പണ്ഡിതന്മാർ അത് രണ്ട് രൂപത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ഹിദായത്ത് തന്നെ, സന്മാർഗം അള്ളാഹു നൽകുക എന്നത് തന്നെ രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് നമ്മെ മുസ്ലിമീങ്ങളാക്കുക എന്നത്, അത് ഹിദായത്താണ്. എന്നാൽ അത് കഴിഞ്ഞാൽ അതിനപ്പുറത്ത് കൂടുതൽ നന്മകളിലേക്കുള്ള ഹിദായത്ത് വേറെയുണ്ട്. നന്മകളിൽ തന്നെ ഒരു നന്മക്ക് ഹിദായത്ത് ലഭിച്ചവനെ പോലെയല്ല രണ്ട് നന്മകൾക്ക് ഹിദായത്ത് ലഭിച്ചവൻ. ഉദാഹരണത്തിന്, ഒരാൾ ജമാഅത്തായി നിസ്കരിക്കാൻ വരുന്നില്ല, വേറൊരു ജമാഅത്തിന് വരുന്നു. അതിനുള്ള ഹിദായത്ത് ലഭിച്ചത് ആർക്കാണ്? അതിന് വരുന്നവനാണ്. വേറൊരാൾ ജമാഅത്തിന് വരുന്നു, എന്നാൽ റാത്തിബായ സുന്നത്തുകൾ, പ്രധാനപ്പെട്ട സുന്നത്ത് നിസ്കാരങ്ങൾ, ഫർദ നിസ്കാരത്തിന്റെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള നിസ്കാരങ്ങൾ, അതൊരുവൻ നിസ്കരിക്കുന്നില്ല. എന്താണ് കാരണം? അതിനുള്ള ഹിദായത്ത് അള്ളാഹുവിന് നൽകിയിട്ടില്ല. അതൊരു പക്ഷെ അവന്റെ പാപങ്ങൾ കാരണത്താലായിരിക്കാം. പാപങ്ങളുടെ മോശം ഫലങ്ങളിലൊന്നാണ് നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ് നഷ്ടപ്പെടുമെന്നത്. പല ഖൈറുകളും നമുക്ക് നഷ്ടപ്പെടാനുള്ള കാരണം ഒരു പക്ഷേ എന്തായിരിക്കും? നമ്മുടെ പാപങ്ങളായിരിക്കും. രാത്രി നിസ്കാരം അതുപോലെയുള്ള നന്മകൾ നമുക്ക് നമ്മുടെ പാപങ്ങൾ കൊണ്ട് നഷ്ടപ്പെട്ടേക്കും. നമ്മുടെ മുൻഗാമികൾ പലരും അക്കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു തെറ്റ് ചെയ്തു, അത് കാരണത്താൽ എനിക്ക് ഇത്ര കാലം രാത്രി നിസ്കരിക്കാൻ സാധിച്ചില്ല. അവർ ബുദ്ധിയുള്ളവരാണ്, അവർ സ്വന്തത്തെ ആത്മവിചാരണ നടത്തുന്നവരാണ്. നമ്മിൽ പലരും മറ്റുള്ളവർ വിചാരണ ചെയ്യാൻ മാത്രമേ നേരം കാണുകയുള്ളൂ. അതുകൊണ്ട് അവനവന്റെ തെറ്റുകളെ കുറിച്ച് അശ്രദ്ധയിലാണ്. നമ്മുടെ മുൻഗാമികൾ ഏറ്റവും അധികം ശ്രദ്ധിച്ചിരുന്നത് അവനവനെ കുറിച്ചാണ്. അവനവന്റെ പാപങ്ങളെയായിരുന്നു അവർ എണ്ണിയിരുന്നത്. അപ്പോൾ അവർ ചിന്തിക്കും, എന്തുകൊണ്ടാണ് എനിക്ക് ഖൈർ നഷ്ടപ്പെട്ടത്? അതുപോലുള്ള കാര്യങ്ങൾ അവർ ആലോചിക്കും. ഇങ്ങനെ നമുക്ക് ഖൈറുകൾ പാപങ്ങൾ കൊണ്ട് നഷ്ടപ്പെട്ടേക്കാം. അതുകൊണ്ട് അള്ളാഹുവിൽ നിന്ന് ഈ രണ്ട് രൂപത്തിലുള്ള ഹിദായത്തുമുണ്ട്. നന്മകൾ പലതുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലന. നമുക്ക് വേണ്ടി പണിയെടുത്തവന്, അവർക്ക് വേണ്ടി നാം നമ്മുടെ വഴികൾ, അതിലേക്ക് നാം അവരെ ഹിദായത്തിലാക്കും. എന്താണ് നമ്മുടെ വഴികൾ എന്ന് പറഞ്ഞത്? നന്മയുടെ വ്യത്യസ്തമായ വഴികളാണ്. പല നന്മകൾ അത് നമുക്ക് നഷ്ടപ്പെടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവിടെ എല്ലാം നമ്മൾ ചിന്തിക്കേണ്ടത് അള്ളാഹുവിനോട് ഹിദായത്ത് ചോദിക്കേണ്ടതിന്റെ പ്രാധാന്യമാണ്. അള്ളാഹുവിനോട് ഹിദായത്ത് ചോദിക്കുക എന്നതിന്റെ പ്രാധാന്യം എത്ര വലുതാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അവനാണ് നമുക്ക് ഹിദായത്ത് നൽകേണ്ടത്. അവൻ ഹിദായത്ത് നൽകിയില്ലെങ്കിൽ നമ്മൾ വഴികേടിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു പറഞ്ഞു എന്ന് പറഞ്ഞ് നമ്മളെ അറിയിച്ച ഹദീസാണ്. എന്ത് ഹദീസിൽ നമുക്ക് കാണാം, യാ ഇബാദി കുല്ലുക്കും ضالٌ ഇല്ലാ മൻ ഹദൈതു ഫസ്തഹ്ദൂനി അഹ്ദികും. ഓ എന്റെ അടിമകളെ, നിങ്ങളെല്ലാം വഴികേടിലാണ്, നിങ്ങളെല്ലാവരും ളലാലത്തിനാണ്. ഇല്ലാ മൻ ഹദൈതു, ഞാൻ ഹിദായത്തിലാക്കിയവൻ ഒഴികെ. ഫസ്തഹ്ദൂനി അഹ്ദികും, അതുകൊണ്ട് നിങ്ങൾ എന്നോട് ഹിദായത്ത് ചോദിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഹിദായത്ത് നൽകാം. ഓരോ ദിവസവും എത്ര തവണയാണ് ഒരു മുസ്ലിം റബ്ബിന്റെ മുന്നിൽ വിനയത്തോടെ നിന്ന് ചോദിക്കുന്നത്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അല്ലാഹു ഞങ്ങളെ സിറാത്തുൽ മുസ്തഖീമിലാക്കണമേ, നേരായ മാർഗത്തിൽ, നിന്റെ കോപത്തിനിരയായവരുടെ മാർഗത്തിലല്ല.
വഴികേടിലായവരുടെ മാർഗത്തിലല്ല, ഇസ്ലാമിന്റെ യഥാർത്ഥ പാതയിൽ. അല്ലാഹുമ്മ ഹ്ദിനി വസദ്ദിദ്നി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു കൊടുത്ത ദുആ. അലി, നീ ദുആ ചെയ്യുക എന്ത്? അല്ലാഹുമ്മ ഹ്ദിനി വസദ്ദിദ്നി. വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റിയൊരു ദുആ. അല്ലാഹുമ്മ ഹ്ദിനി വസദ്ദിദ്നി. അല്ലാഹുവേ നീ എന്നെ ഹിദായത്തിലാക്കണമേ, അല്ലാഹുവേ നീ എന്നെ സദാദിലാക്കണമേ. ഇതാണ് ഹിദായ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ആ ഹദീസിൽ അലിക്ക് വിവരിച്ചു കൊടുത്തു. ഹിദായത്ത് എന്നാൽ നീ ശരിയായ വഴിയിലൂടെ പ്രവേശിക്കണം. സദാദ് എന്നാൽ നീ അമ്പെയ്യുമ്പോൾ അത് കൃത്യമായ ലക്ഷ്യത്ത് കൊള്ളിക്കലാണ്. എല്ലാ കാര്യങ്ങളിലും ശരിയായ നിലപാടിൽ അള്ളാഹു ആക്കി തന്നില്ലെങ്കിൽ നമ്മുടെ കാര്യം പാളിപ്പോകും. ഓരോ അവസ്ഥയിലും നമുക്ക് ഹിദായത്ത് ആവശ്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ ഹിദായത്ത് ആവശ്യമില്ലാത്തൊരു മേഖലയുമില്ല. അള്ളാഹു നമ്മെ ശരിയായ വഴിയിലേക്ക് തിരിച്ചില്ലെങ്കിൽ നമ്മുടെ കാര്യമാകെ അവതാളത്തിലായി പോകും. അതുകൊണ്ട് അത്രയും ആവശ്യമുണ്ട്. പണ്ഡിതന്മാർ വിവരിച്ചതുപോലെ ഭക്ഷണം ഇന്ന് കഴിച്ചു എന്നതുകൊണ്ട് നാളെ കഴിക്കാതിരിക്കുകയില്ല, രാവിലെ കഴിച്ചു എന്നതുകൊണ്ട് ഉച്ചക്ക് കഴിക്കാതിരിക്കുകയില്ല എന്നതുപോലെ നോക്കൂ, സൂറത്തുൽ ഫാത്തിഹ അത് എത്ര തവണയാണ് ആവർത്തിക്കുന്നത്? നിന്റെ ശരീരത്തിന് ഭക്ഷണം എന്നതുപോലെ അല്ല, അതിനേക്കാൾ നിന്റെ റൂഹിന് അത് ആവശ്യമുണ്ട്. സൂറത്തുൽ ഫാത്തിഹ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, ഹിദായത്തിന് അള്ളാഹുവിനോട് ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ സഹോദരങ്ങളെ, മൂന്നാമത്തെ ഹിദായത്താണ് നാം ഇവിടെ വിശദീകരിച്ചത്. ഒന്ന്, എല്ലാവർക്കും അള്ളാഹു നൽകിയ ആ പടപ്പുകൾക്ക് ആവശ്യമായ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക എന്ന ഹിദായത്ത്. രണ്ടാമത്തത്, സ്വർഗത്തിന്റെ വഴി ഇതാണ്, ഇസ്ലാം ഇതാണ് എന്ന് അള്ളാഹു പഠിപ്പിക്കുക, ആ ഹിദായത്ത്. മൂന്നാമത്തത്, ഹൃദയത്തിൽ അള്ളാഹു ഒരുവന് സന്മാർഗം നൽകുക, ഒരുവൻ അള്ളാഹു സന്മാർഗത്തിലാക്കുക, ആ ഹിദായത്ത്. നാലാമത്തെ ഒരു ഹിദായത്ത് കൂടി പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ബദായിഉൽ ഫവായിദ് എന്ന കിതാബിൽ പറഞ്ഞത് കാണാം. നാലാമത്തെ ഹിദായത്ത് അത് ആഖിറത്തിലെ ഹിദായത്താണ്. എന്താണ് ആ ഹിദായത്ത്? സ്വർഗക്കാരെ സ്വർഗത്തിലേക്ക് അള്ളാഹു വഴി നടത്തുക എന്നത് ഹിദായത്താണ്. സ്വർഗക്കാർ അതിലേക്ക് പ്രവേശിച്ചാൽ എന്താണ് പറയുക? വഖാലു അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനാ അല്ലാഹ്. അള്ളാഹു ഹിദായത്ത് നൽകിയില്ലായിരുന്നുവെങ്കിൽ, അള്ളാഹു ഇതിലേക്ക് വഴി നടത്തിയില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ഇതിലേക്ക് എത്തിപ്പെടുമായിരുന്നില്ല എന്ന് മാത്രമല്ല, അത്ഭുതകരമായ ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നാളെ പരലോകത്ത് മുഅ്മിനുകൾ സ്വർഗത്തിലേക്ക് എത്തിയാൽ സ്വർഗത്തിൽ അള്ളാഹു ഓരോ മുഅ്മിനിനും ഒരുക്കി വെച്ച അവന്റെ കൊട്ടാരങ്ങളുണ്ട്, അവന്റെ വീടുണ്ട്, അവന്റെ പാർപ്പിടമുണ്ട്. അതിലേക്ക് ഒരു മുഅ്മിൻ പോവുക എങ്ങനെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫവല്ലദി നഫ്സു മുഹമ്മദിൻ ബിയദിഹി ലഅഹദുഹും അഹ്ദാ ബിമൻസിലിഹി ഫിൽ ജന്നതി മിൻഹു ബിമൻസിലിഹി കാന ഫിദ് ദുനിയ. ദുനിയാവിലെ തന്റെ വീട്ടിലേക്ക് പോകുന്നതിനേക്കാൾ നന്നായി സ്വർഗത്തിലെത്തിയാൽ അവന് അവന്റെ പാർപ്പിടത്തിലേക്കുള്ള വഴി അറിയാം, അവന്റെ കൊട്ടാരത്തിലേക്ക് അവൻ ചെല്ലേണ്ടിടത്തേക്ക് അവൻ ചെല്ലുന്നതാണ്. നമ്മളെ വീട്ടിലേക്ക് എങ്ങനെയാണ് പോവുക? നമ്മൾ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ ഒരാൾക്ക് കണ്ണും പൂട്ടി പോകാൻ സാധിക്കും സ്വന്തം വീട്ടിലേക്ക്. അതിനേക്കാൾ സ്വർഗത്തിൽ ഒരു മുഅ്മിനെത്തിയാൽ അള്ളാഹു അവൻ ഒരുക്കി വെച്ചിടത്തേക്ക് അവൻ അതുപോലെ ചെല്ലുമെന്നാണ്. അതിനേക്കാൾ നന്നായി അവൻ ആ വഴി അറിയാമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അള്ളാഹു ആ മഹാസൗഭാഗ്യം നമുക്ക് നൽകുമാറാകട്ടെ. ഇതാണ് സ്വർഗത്തിലേക്ക് അള്ളാഹു വഴി നടത്തുക എന്ന ഹിദായ. അതുപോലെ വൽഇയാദു ബില്ലാഹ്, നരകക്കാരെ നരകത്തിലേക്കാക്കുക, അവരെ ആ വഴിയിലേക്ക് നയിക്കുക എന്നതുമുണ്ട്. സൂറത്തു സാഫാത്തിൽ അള്ളാഹു പറഞ്ഞത് നോക്കൂ, ഉഹ്ശുറുൽ ലദീന ളലമു വഅസ്വാജഹും വമാ കാനൂ യഅ്ബുദൂന മിൻ ദൂനില്ലാഹ് ഫഹ്ദൂഹും ഇലാ സിറാത്തിൽ ജഹീം. ഉഹ്ശുറുൽ ലദീന ളലമു, അള്ളാഹു പറയും അക്രമികളെ നിങ്ങൾ ഒരുമിച്ച് കൂട്ടുക, വഅസ്വാജഹും, അവരുടെ അതേ അക്രമം പ്രവർത്തിച്ചവരെയും എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ അക്രമികൾക്ക് അക്രമികൾ കൂട്ടുണ്ടാകും. വകദാലിക നുവല്ലി ബഅദ ദ്ദാലിമീൻ, അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് നാം അക്രമികൾക്ക് കൂട്ടുചേർത്ത് കൊടുക്കുക. ദുനിയാവിൽ നിങ്ങൾ നോക്കിക്കോളൂ, ഏത് തോന്നിവാസത്തിനും നടക്കുന്നവൻ, ഏത് അക്രമത്തിന്റെയും നേതാവായിട്ടുള്ളവൻ, അവന്റെ കൂടെ അതിന് സഹായിക്കാൻ ആളുകൾ ഉണ്ടാകും. വൃത്തികേടിന്റെ ആളുകൾ പരസ്പരം അങ്ങനെ കൂട്ടുചേർന്നിരിക്കും. ഷിർക്കിന്റെ ആളുകൾ ഒരുമിച്ച്, കുഫറിന്റെ ആളുകൾ ഒരുമിച്ച്, ബിദ്അത്തിന്റെ ആളുകൾ ഒരുമിച്ച്, മറ്റുള്ള ദലാലത്തുകളുടെ ആളുകൾ ഒരുമിച്ച്, ഫിത്നയുടെ ആളുകൾ ഒരുമിച്ച്. അതുപോലെ പരലോകത്ത് അവരെ അള്ളാഹു ഒരുമിച്ച് ചേർക്കും.
അതുപോലെ അള്ളാഹുവിന് പുറമെ അവർ ഇബാദത്ത് ചെയ്തവരെയും. എന്നിട്ട് അള്ളാഹു പറയുന്നു ഫഹ്ദൂഹും ഇലാ സിറാത്തിൽ ജഹീം, അവരെ നരകത്തിന്റെ വഴിയിലേക്ക് നയിക്കുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും. ഇതാണ് അള്ളാഹുവിന്റെ അൽ ഹാദി എന്ന നാമം വിശദീകരിച്ചുകൊണ്ട് നമുക്ക് ചുരുങ്ങിയ രൂപത്തിൽ വിവരിക്കാനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഹിദായത്തിൽ നിലനിർത്തുകയും അതിലായി മരിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ.